മാധവേട്ടനാ ഓടുന്നുണ്ടാ? ഇല്ല മക്കളെ, മക്കൾ തന്നെ കളിച്ചോ. ഒന്നും നോക്കായിരുന്നു വേണ്ട, പണി വേണം. പോസ്കോ മോളെ അരച്ചു. അമ്മ എന്തേടി? അമ്മ അടുക്കളയിലുണ്ട് ചേട്ടാ. നിങ്ങൾ സ്മാഷ് അടിച്ച് പൊളിക്കും മക്കളെ. അഖിലേഷ്, നീ നല്ല ആളാ. റേഷൻ കാർഡിൽ പേര് മാറ്റാന്ന് പറഞ്ഞിട്ട് എത്ര നാളായി? അത് ശരിയാക്കിട്ടല്ലേ ഞാനിങ്ങോട്ട് വന്നേക്കണം. ചായ ഞാൻ പുറത്തുനിന്ന് പിടിച്ചായിരുന്നട്ടാ. ഇത് നിനക്കല്ല, മാധവേട്ടനാ. ആ അതെ, ചേച്ചി ഇതുകൊണ്ട് വല്ല അക്ഷയ സെന്ററിലേക്ക് പോയായിരുന്നു. എന്തോരം ബുദ്ധിമുട്ടിയിരുന്നു. ഇതിപ്പോ ഞാൻ കാരണം പെട്ടെന്ന് ശരിയാക്കി കിട്ടി. അഖിലേഷോ, നീ എപ്പോ വന്നടാ? അവൻ ചായ കൊടുത്തില്ലടി. ഇവൻ വലിയ യൂത്തിന്റെ നേതാവല്ലേ? നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ചായ കുടിക്കോ മാധവേട്ട? തർക്കവും വേണ്ട, പിണക്കവും വേണ്ട. ചേച്ചി ഒരു ചായ. ഇതിലൂടെ ഞാൻ നിന്നോട് നേരത്തെ ചോദിച്ചു ചായ എടുക്കട്ടെ എന്ന്. നീ രണ്ടാം തർപ്പിക്കണ്ടേ? അഖിലേഷേ, നീ വലിയ നേതാവൊക്കെ അതിന് നീ ഒരു ജോലിക്കാരി പറഞ്ഞിട്ട് എന്തായടാ? മാധവേട്ടനുള്ള ജോലി ശരിയാക്കിയിട്ടല്ലേ ഞാൻ വന്നേക്കണത്. എന്ത് ജോലി? ഖജനാവ് സൂക്ഷിപ്പുകാരൻ. അതെന്ത് ജോലി? ഡോണ ബാങ്കിന്റെ ATM സെക്യൂരിറ്റി ആയിട്ട്. ഇത് ഞാനേ നാട്ടിൽ മൊത്തം കൊള്ള പലിശ വാങ്ങിച്ചിട്ട് പൂത്ത കാശ് വെച്ചോണ്ടിരിക്കുക ഈ മനുഷ്യൻ. എന്നിട്ട് പണത്തിന് ഇത്ര ആർത്തിയല്ലേ? പണം അതിന്റെ ഒരു വീക്ക്നെസ്സാ. പണം എനിക്കൊരു ഭ്രാന്തടി പെണ്ണേ. ഓ സെക്യൂരിറ്റി, അത് പണം നിറച്ച ATM-ലെ സെക്യൂരിറ്റി ആയിട്ട് ഞാൻ ഇത് പൊളിക്കും മക്കളെ. നീ അത് സെറ്റാക്കിയോ? സെറ്റാക്കാനൊന്നുമില്ല, ഇന്ന് നൈറ്റ് അടിക്ക് ഡ്യൂട്ടി കയറിക്കോ. അപ്പൊ ഇന്ന് 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറായിക്കോ. ഓ തീർച്ച. ഓക്കെ. എന്തായാലും മക്കളെ, നിങ്ങൾ കളിയൊക്കെ നിർത്തിയാ? ആ, ഞങ്ങളുടെ ഷട്ടില് പൊട്ടിപ്പോയി. ഈ അച്ഛനോട് ഞാൻ ഇന്നലെ മുതൽ പറയുന്നോ ഒരു സെറ്റ് പുതിയ ഷട്ടില് മേടിച്ചു തരാം. ഇന്നലെ തന്നെ ഷട്ടിൽ മേടിക്കാനുള്ള കാശ് ഞാൻ അച്ഛൻ്റെ കൊടുത്തിരുന്നല്ലോ. അവൻ മേടിച്ചു തന്നില്ലേ? ഓ അവൻ എന്തേടി? അവൻ ആ കുളത്തിൽ മീൻ കൃഷി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ അവിടെ തന്നെയാ. മീൻ കൃഷിയാ? ലോൺ ശരിയാക്കി കൊടുത്തത് ഞാനാണല്ല. വാ മാധവൻ ചേട്ടാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഓ അവൻ ആ കുളമാക്കിയിട്ടുണ്ടാവും. നീ ഉള്ള പറ, നമുക്ക് പോയി നോക്കാം. വാ. ഇത്രയ്ക്ക് ആക്രാന്തം പാടില്ല. രാവിലെ ഒരു കലം ചോറ് തന്നതല്ലേ. നിങ്ങളിങ്ങനെ തല്ലു പിടിക്കല്ലേ, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്ക്. ഇനിയും ചോറ് വേണ തരാട്ടാ. അളിയൻ ഊണ് കഴിക്കുന്നതിന് മുമ്പ് മാറ്റി വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടി, ഇല്ലെങ്കിൽ മൊത്തം അളിയൻ വെട്ടി തീർത്തേനെ. കഴിച്ചോട്ടാ, കഴിച്ചോ. ബാക്കി ചോറേ വൈകുന്നേരം തരാട്ടാ. പെങ്ങളെ അരി അടുപ്പത്ത് ഇട്ടിട്ടുള്ളൂ. വേഗം കഴിച്ച് വലുതായ നിങ്ങളെ ഞാൻ യൂട്യൂബിലിട്ട് ഫേമസ് ആക്കും. മനസ്സിലായോ? നിങ്ങൾ പെട്ടെന്ന് വലുതായ ഈ പറമ്പ് മൊത്തം ഞാൻ കുളം കുത്തും. അഖിലേഷേ, നീ കുളിക്കണ കുളത്തിൽ മീൻ വളർത്തി വൃത്തിയിടാക്കാണ്. അളിയന് ഇത്രയും കാലം ഈ പൊട്ടക്കുളത്തിൽ ചൊറിയുന്ന തവളേനല്ലേ വളർത്തിയിരുന്നത്. ഞാനായിട്ടാണ് മീനെ കൊണ്ടിട്ടത്. ഇപ്പൊ ഇതിനൊക്കെയല്ലേ മാർക്കറ്റ്. ഒന്ന് പറഞ്ഞു കൊടുക്കാം അഖിലേഷേ. ബെസ്റ്റ് അല്ലേ, പണം വന്നിങ്ങോട്ട് കേറും. പണം കിട്ടുമോ? എടാ അപ്പൊ നമുക്ക് ഇത് തിന്നാൻ പറ്റുമോ? നമുക്ക് തിന്നാൻ പറ്റൂല, ഇത് നമ്മളെ തിന്നും. അതെന്ത് മീനാടാ? പിരാന. അപ്പൊ ഇനി കുളത്തിൽ കുളിക്കാനും പറ്റൂലേ? അളിയൻ കുളിക്കാനെങ്ങാനും ഇറങ്ങിയ പിരാന ഓടിച്ചിട്ട് അച്ചാനും പിച്ചാനും കടിച്ച് അളിയന്റെ അസ്ഥികൂടം മാത്രമാക്കും. തെളിവ് പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. ഈ സിറ്റിയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉള്ളപ്പോ എന്തിനാ മനുഷ്യ ടോർച്ച്? സെക്യൂരിറ്റി ആണ്, ടോർച്ച് മസ്റ്റാ. മക്കളെ, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണോ? അച്ഛൻ എന്നാ കാശിക്കാണോ പോന്നെ? എടി അച്ഛന്റെ ഫസ്റ്റ് ഡേ ഡ്യൂട്ടി അല്ലേ ഇന്ന്. ആ ഡ്യൂട്ടി കടയിൽ അച്ഛൻ ഉറങ്ങിപ്പോകാണ്ടിരിക്കാനാ. ശരി അതെ, ഓക്കെ ബൈ. അച്ഛന് ഈ സെക്യൂരിറ്റി പണിക്കൊക്കെ പോകണ്ടോ? വലിയ കാര്യമുണ്ടോ അമ്മേ? ആ പണ്ടൊക്കെ പലിശക്കാരൻ മാധവൻ നായരുടെ മകളെന്ന് പറയുന്ന കേൾക്കുന്ന ഒരു അഭിമാനമായിരുന്നു. ഇനിയിപ്പോ സെക്യൂരിറ്റി പലിശക്കാരൻ മാധവൻ നായരുടെ മകളെന്ന് പറയുന്ന കേൾക്കുന്ന ഓർക്കുമ്പോഴോ ഒരു സങ്കടം. ഡീഡി, നീയൊക്കെ കുറ്റം പറയുന്ന ആരെന്നറിയോ? നിന്നെയൊക്കെ ഇത്ര വളർത്തിയെടുത്ത് നിന്റെ അച്ഛനെയാണെന്ന് ഓർക്കണം. ഓഹോ, കെട്ടിയാനെ പറഞ്ഞപ്പോ കെട്ടിയോൾക്കൊന്നും നൊന്തല്ലേ? നീ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാതെ പോയി പഠിച്ചടി, പോയി കുളിച്ചടി.
എന്താ എന്താ ചേച്ചി? ഒരാളവിടെ എത്തി നോക്കുന്നടി. മോക്ക് തോന്നിയതായിരിക്കും. ഇല്ല അമ്മേ, എനിക്ക് തോന്നിയതല്ല, അവിടെ ഒരാളുണ്ട്. അമ്മേ ഇനി വല്ല കള്ളന്മാരുമാണോ? വാ നമുക്ക് നോക്കാം. വേണ്ട അമ്മേ, എനിക്ക് പേടിയാവുന്നു. അച്ഛനെ വിളിക്ക്. എടുക്കുന്നില്ലല്ലോ. പേടിക്കണ്ട മക്കളെ. നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. നാളെ നേരം എടുക്കട്ടെ. അമ്മേ, അവിടെ ഇന്നലെ കഴുകിയിട്ട് ഞങ്ങളുടെ ഡ്രസ്സൊന്നും കാണാനില്ല. കാണാനില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഡ്രസ്സൊന്നും കഴുകി പുറത്തിടണ്ടെന്ന്. അച്ഛന്റെ ഡ്രസ്സെല്ലാം അതേപോലെ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ ഡ്രസ്സുകളാ കാണണ്ടായ. അപ്പോ ഇന്നലെ വന്നത് കള്ളനല്ല. കള്ളനല്ലേ? പിന്നാരാ? ഏതോ ഒരു ഞരമ്പ് രോഗി. ദേ അച്ഛൻ വന്നു. എന്താണ് ഈ പിള്ളേരെ ഇന്ന് ഷട്ടിൽ കളിയൊന്നുമില്ലേ? ഇന്നലെ എത്ര തവണ വിളിക്കണം? ഒന്ന് ഫോൺ എടുത്തൂടെ? ഞാൻ ഇന്നലെ ചെന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഉറങ്ങിപ്പോയി വന്നു. നിങ്ങൾ ഇനി രാത്രി ജോലിക്ക് പോണ്ട. അല്ലെങ്കിൽ ഇനി ആര് ജോലിക്ക് പോണ്? ആദ്യ ദിവസം തന്നെ എന്നെ ജോലിയിൽ നിന്ന് വിളിച്ചു. അച്ഛനറിഞ്ഞോ ഇന്നലെ ഇവിടെ കള്ളം കയറി? എന്നിട്ട് അകത്തുള്ള മുഴുവൻ എടുത്തോണ്ട് പോയടി. അകത്തുള്ളതൊന്നും പോയിട്ടില്ല. പുറത്ത് നമ്മുടെ മക്കളെ തുണി എടുത്തോണ്ട് പോയത്. അയ്യോ പാവം, തുണിയൊന്നുമില്ലാത്ത കള്ളനായിരിക്കുമെന്നേ. ആ സാരമില്ല മക്കളെ, അച്ഛൻ പുതിയത് മേടിച്ചു തരാട്ടാ. ഓണാവട്ടെ, പലിശ കിട്ടണ്ടേ? അയ്യോ മനുഷ്യ, ഇത് വൃത്തികെട്ടവൻ. ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. ഞാനിവിടെ ഇല്ല എന്നുള്ള തക്കം മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ കാര്യം ചെയ്തത്. ആ നമുക്ക് പോലീസിൽ അറിയിക്കണം. നീ ഒരു കാര്യം ചെയ്തേ, നീ അഖിലേഷിനെ വിളിച്ചേ. ആ വിളിക്ക്. ശരി. ആ എന്നാലും എൻ്റെ മാധവൻ ചേട്ടാ, ഈ കുടുംബത്തെ ശരിക്കും അറിയുന്ന ഒരാളാണ് ഇവിടെ കയറിയേക്കുന്നത്. അത് ശരിയാ. ഇല്ലെങ്കിൽ മാധവേട്ടൻ ഇവിടെ ഇല്ലാത്ത കറക്റ്റ് സമയം നോക്കി ഇവിടെ നുറഞ്ഞു നോക്കും. വരൂല. നീ ആ പോലീസിനെ വിളിച്ചേ. ഇങ്ങനെ വിട്ടാ പറ്റൂല. പോലീസ് അറിഞ്ഞ കുറേ പ്രശ്നങ്ങളുണ്ട്. നാട്ടുകാരറിയും, പത്രക്കാരറിയും, പിന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നാണക്കേടാവും. നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് നാണക്കേട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് നീ പറയണത്? ഓ, കള്ളനെ നമ്മളെല്ലാവരും കൂടി പിടിക്കും. ഓ, കള്ളനെ പിടിക്കാൻ വേണ്ടി എന്നെ പിടിച്ചോന്ന് പറയല്ലേ ചേട്ടാ. അതിനൊരു സ്കെച്ചും പ്ലാനും തയ്യാറാക്കണം. എടാ, നീ ഇവിടെ പെരമണിയാൻ വന്നാണ് അത് കള്ളനെ പിടിക്കാൻ വേണ്ടി വന്നാണ്? ഓ മാധവേട്ടാ, മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കണം. പതിവ് പോലെ ഇന്നും മാധവേട്ടൻ ജോലിക്ക് പോണം. എടാ, അതിന് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടില്ലടാ. ഓ, അത് നാട്ടുകാർക്കറിയില്ലല്ലോ. ആ അത് ശരിയാ, ശരിയാ. അപ്പൊ ഇന്നും ഡ്യൂട്ടിക്ക് പോണം. ആ പോവാം. പതിവ് പോലെ രാത്രി കള്ളൻ വരും. നമ്മൾ ഒരുക്കുന്ന കേടിയിലാവും വീഴും. ആ എടാ, ഇത് ശരിയാവൂലല്ലേ? ആ ഇന്നലെ നടന്ന സംഭവം അതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എടാ, ഇത് വർക്കൗട്ട് ആവൂടാ. പിന്നെ എന്റെ കൂടെ നിന്ന് തന്നാ മതി, ബാക്കി തിരക്കഥ ഞാൻ റെഡിയാക്കിക്കോളാം. എന്നാ ഞങ്ങള് ഓക്കേ. ആ മാധവേട്ടാ, ഞാൻ പതിവ് പോലെ ഇവിടെ ഇരിപ്പുണ്ട്. പതിവ് പോലെ അല്ല, പതുങ്ങിയിരിപ്പുണ്ട്. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കേണ്. കള്ളം വന്ന ഞാൻ അവന്റെ തലമണ്ട നോക്കി താഴെട്ടുള്ള. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇറങ്ങി വന്നാ മതി. ശരി ശരി, അപ്പൊ ഞാൻ ഇറങ്ങിയാണേ. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് വണ്ടി എടുത്ത് പോവുക. ആളുകളില്ലാത്ത വീടാ, സൂക്ഷിക്കണേ. നിങ്ങൾ പോയിട്ട് വാ മനുഷ്യ.
പ്രായപൂർത്തിയായി 2 പെൺമക്കളും ഞാനും ഒറ്റയ്ക്ക് കിടന്നോളാമേ. നാട്ടുകാരും എന്നെ കള്ളനാക്കല്ലേ. ഓക്കെ ഓക്കെ. എന്തൊരു ഓവർ ആക്ടിങ് ആണ് അയാൾക്ക്. എടി ആച്ചു, നിനക്കിന്ന് കുളിക്കണ്ടേ? അമ്മേ ഞാനെന്നാലേ ലൈറ്റ് ഇട്ട് ബാത്റൂമിൽ പോയി കുളിച്ചേച്ചും വരാട്ടോ. ആ ആയിക്കോട്ടെ. ഇതുപോലെ ഹൈമാക്സ് ലേറ്റ് ഇട്ടിട്ട് പെമ്പിള്ളേര് കുളിക്കാനറിയ ആരാ നോക്കാത്ത. കേട്ടോ ആ കുളി തുടങ്ങി. കള്ളനിപ്പോ വരൂ. എന്താണ് അവിടെ ഒരു ശബ്ദം കേൾക്കണത്? ഓ അതിവിടെ ഒരു പൈപ്പ് തുറന്നെടുക്കണം നീ. പൈപ്പ് തുറന്നിറങ്ങണം? ആ ചേട്ടാ ജല അമൂല്യമാടാ. ഒരു പൊതുപ്രവർത്തകനെ നിന്നോട് ഞാനിത് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കണം. ആ ചെന്ന് പൈപ്പ് പൂട്ടിയിട. അപ്പൊ കള്ളനെ പിടിക്കണ്ടേ? ഇവിടെ കള്ളനെയൊക്കെ പിടിക്കാൻ നീ ആ പൈപ്പ് പൂട്ടി. എന്റെ കയ്യിലെ കാശുകളല്ലേ ചെല്ലടാ. ശരി. പാതിരാത്രി ഒരു ജനസേവനം ചെയ്തപ്പോൾ എന്താ ഒരു സുഖം. ദൈവമേ, കൂർവക്കൂട്ടം. ഇവരെ വച്ചൊരു ബ്ലോഗ് ചെയ്ത 1 മില്യൺ അടിക്കാം. ഹലോ ഗായ്സ്, നിങ്ങളിപ്പോൾ കാണുന്നത് തമിഴ്നാട്ടിലെ പേരുകേട്ട കള്ളന്മാരായ കുർവ സംഘത്തിലെ ഒരുത്തനെയാണ്. പാതിരാത്രി പൈപ്പ് തുറന്നിട്ട് വീട്ടുകാരെ പുറത്തിറക്കി തലക്കടിച്ച് വീട്ടിലെ സ്വർണവും പണ്ടവും ഒക്കെ എടുത്ത് കടന്നു കളയുന്ന വെരി ഡേഞ്ചറസ് നൊട്ടോറിയസ് ക്രിമിനൽസ് ആണ് അവർ. നിങ്ങൾ കണ്ടോ, അയാൾ വീട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളെ ഞാൻ എങ്ങനെ സാഹസികമായി കീഴ്പ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അച്ചൂസ് വ്ളോഗിൻ്റെ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിനു മുമ്പ് ഗൈസ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഹലോ ഗൈസ്, തേടിയ വള്ളി കാലിൽ ചുറ്റിയിരിക്കുകയാണ്. എനിക്ക് ഇവിടെ കിടന്ന് ഒരു കവളപ്പത്തൽ കിട്ടിയിട്ടുണ്ട്. ഈ കവളപ്പത്തൽ വെച്ച് ഞാൻ അവൻ്റെ തലക്കടിച്ച് അവനെ വീഴ്ത്തുന്ന അതിസാഹസികമായ രസകരമായ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കുന്നത്. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്, 18 വയസ്സിന് മീതെ പ്രായമുള്ളവർ ഒരു കാരണവശാലും ഇത് അനുകരിക്കരുത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ സാഹസികമായ പ്രവൃത്തിയിലേക്ക് കിടക്കാം. ഓക്കെ ഗായ്സ്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയേ. ഞാനിത് പറയാനാ ഇവന്റെ തലതല്ല വിളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? എൻ്റെ അളിയ, ഇവൻ ഇത്രയും കാലം നിങ്ങളെ പറ്റിക്കായിരുന്നു. ഇവൻ രാഷ്ട്രീയക്കാരനൊന്നല്ല, അറിയാമോ? കുർവ സംഘത്തിലെ ഒരു അംഗമാണ്. ഞാൻ നിങ്ങളുടെ ഭാഗ്യത്തിനാണ് ഞാൻ നട്ടോളിക്കാവിലെ നരച്ചീറകൾ എന്നുള്ള എൻ്റെ എപ്പിസോഡ് നേരത്തെ മതിയാക്കി വന്നത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിലല്ല ഇവൻ നിങ്ങളുടെ തല തല്ലിപ്പൊളിച്ച് ഉള്ള സ്വർണം പണ്ടൊക്കെ എടുത്ത് നാട് വിട്ടാൻ. അയ്യോ, എൻ്റെ പെങ്ങളെ ഞാൻ വരുമ്പോൾ ഇവൻ ആ പൈപ്പിൻ ചോട്ടി കിടന്ന് കുറുകണ്. എടാ സാമദ്രോഹി, അവനോട് ആ പൈപ്പിൽ വെള്ളം കൂട്ടാൻ പറഞ്ഞ ഞാനാടാ. എൻ്റെ അറിയ ആരെങ്കിലും പൈപ്പ് പൂട്ടാൻ ഈ പുറത്തും പുറച്ചോട്ട് വരൂ. കേട്ടോ പെങ്ങളെ? എടാ അച്ചു, ഇതെല്ലാം ഞങ്ങൾക്ക് അറിയായിരുന്നടാ. ആഹാ, അത് ശരി. അപ്പൊ എല്ലാവരും അറിഞ്ഞുകൊണ്ട് കളിച്ചൊരു നാടകമാണല്ലോ ഇത്. എന്തായാലും ക്ലൈമാക്സ് ഞാൻ പൊളിച്ചു. എന്തായാലും ആള് ഗുദാഗുഹ. എന്ത് കാച്ചു പോയി. എടാ നമ്മളിനിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഐഡിയ പൂർവ്വം ഒരു സ്കെച്ചും പ്ലാനും തയ്യാറാക്കണം. ഒരു സ്കെച്ചും പ്ലാനും തയ്യാറാക്കിയവനാ ഈ കിടക്കണത്.
ഇവനെ പാർട്ടിയുടെ യുവനേതാവാണ്. ഈ കാര്യമൊന്നും പുറത്തറിഞ്ഞാലുണ്ടല്ല, നീ കൊലക്കുറ്റത്തിന് സമാധാനം പറയേണ്ടി വരും. ഞാനാ? ആ, നമ്മളെല്ലാരും കൂടി അല്ലാതെ ഈ നാടകം കളിച്ചത്. എന്നിട്ട് ഏകവചനം മാറ്റി ബഹുവചനാക്കി നമ്മളെന്ത് പറയാ? അച്ഛാ, അപ്പൊ ഇവിടെ പോലീസ് വരും അച്ഛാ. മോള്, അഖിലേഷ് ഇവിടെ വന്നിട്ടില്ല, നമ്മളവനെ കണ്ടിട്ടില്ല. ആരാണ് ഈ അഖിലേഷ്? ഇനി അങ്ങോട്ട് അങ്ങനെ വേണം നമ്മൾ പെരുമാറാൻ. ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ട് ചെയ്തിരിക്കും. അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം മറന്ന് സാധാരണ രീതിയിൽ പെരുമാറിക്കോ. നാളെ അതിരാവിലെ എല്ലാവരും ഒരു യാത്ര പോകാൻ തയ്യാറായിക്കോളും. എങ്ങോട്ട്? വീഗാലാൻഡിലേക്ക്. എന്റെ അളിയ, ഞാനൊന്നും പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. തോക്കിക്കടയ്ക്കാൻ വെടിവെക്കല്ലേ? പറയും. 2 ദിവസം നമ്മൾ ഇവിടെ നിന്ന് മാറി നിൽക്കും. ആരെങ്കിലും ചോദിച്ചാൽ ധ്യാനത്തിന് പോയതാണെന്ന് പറയാം. നമ്മളാ? അത് നമ്മൾ ഹിന്ദുക്കളല്ല പോത്തെ. എന്നാൽ നമുക്ക് കെട്ടി നിറച്ച് മലയ്ക്ക് പോയാലോ? ഈ പെമ്പിള്ളേരെ കൊണ്ടാ ശബരിമലക്ക? പിന്നെ എന്ത് പോത്താണ്? അതിനെന്താ പെമ്പിള്ളേര് മലയ്ക്ക് പോകണ്ടല്ല? അളിയ, ഈ സമയത്തെങ്കിലും വർഗീയത വിട്. എടാ, അതിന് മണ്ഡലമാസം കഴിഞ്ഞില്ലേ? മാമ, എനിക്ക് പേടിയാവുന്നു. നിങ്ങളെല്ലാവരും സമാധാനമായി പോയി കിടന്നുറങ്ങിക്കോ. പോലീസുകാർ വന്നാൽ അവർ തിരിച്ചും മറിച്ചും ചോദിക്കും. അപ്പോൾ മാമൻ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ അങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും മാറ്റി മാറ്റി പറഞ്ഞേക്കരുത്. പോലീസ് നിങ്ങളെ ഒരു ചുക്കും ചെയ്യില്ല. ഇത് മാമൻ തരുന്ന വാക്കാ. ഈ കിടക്കുന്ന അഖിലേഷിനെ നിങ്ങൾ അറിയുമോ? അറിയില്ലെന്ന് പറയണോ? ഇനി നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഈ ബോഡി ഒളിപ്പിച്ച് കളിക്കണം. അച്ഛാ, നമുക്ക് അഖിലേഷ് ചേട്ടന്റെ ബോഡി വെട്ടി നുറുക്കി കഷ്ണം കഷ്ണമാക്കി ഫ്രിഡ്ജിൽ കയറ്റി ഒളിപ്പിച്ചാലോ? വെട്ടി മുറുക്കാനോ? എന്നെയോ? അയ്യോ, വേണ്ട വേണ്ട, കറണ്ട് കാശ് കൂടും. ഇവനെ നമുക്ക് ആസിഡ് ഒഴിച്ച് വികൃതമാക്കി പൊള്ളിപ്പിച്ച് ആളെ തിരിച്ചറിയതാക്കാന്ന്. റേഷൻ കാർഡ് ഉണ്ടാക്കി തന്ന എൻ്റെ അമ്മക്ക് തന്നെ ആസിഡ് ഒഴിക്കണം. ഒല്ലടി ചേച്ചി, എന്തിനാണ് ഈ 68 കിലോ ഇറച്ചി ആസിഡ് ഒഴിച്ച് ആർക്കൂല്ലാണ്ടാക്കണത്? ഇത് വെട്ടി നുറുക്കി കുളത്തെ കൊണ്ടിട്ടാ പിരാന കുഞ്ഞുങ്ങൾക്ക് ഒരു തീറ്റാവില്ലേ? പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. ലോൺ ഉണ്ടാക്കി തന്നെ എനിക്കിട്ടെണ്ണം ഉണ്ടാക്കണല്ലോ മാറി. എങ്കിൽ കോംപ്രമൈസ്. നമ്മൾ ഇവനെ വെട്ടി നുറുക്കി ആസിഡ് ഒഴിച്ച് കുളത്തെ കൊണ്ട് കളയും. ഓക്കെ? ഫോണടിക്കുന്ന ആരുടെ ഫോണാണ്? പട്ടി ഔസേപ്പ്. ഞാൻ നോക്കിട്ട് വരാം. പാർട്ടി ഓഫീസാണോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മാസ ഡയലോഗ് പറയാനുണ്ട്. നിങ്ങൾ ഒരു വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഞാൻ ഒരു വ്ളോഗർ മാത്രമാണ്. യൂട്യൂബും ഫേസ്ബുക്കും അടങ്ങുന്ന ഒരു കൊച്ചു ലോകമാണ് എൻ്റേത്. അതിനപ്പുറത്തേക്കുള്ളൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു സബ്സ്ക്രൈബർ കടന്നു വന്നു. എന്തു ചെയ്യണമെന്നറിയാത്ത വെപ്രാളത്തിൽ പറ്റിയ ഒരു കയ്യബദ്ധം. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. എൻ്റെ ചാനൽ പൊളിയാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. അതിനു മുമ്പിൽ ശരിയോ തെറ്റോ എനിക്കില്ല. എന്നോട് പൊറുക്കണം, മാപ്പാക്കണം. നീ എന്താ ദൃശ്യ സിനിമയിലെ മോഹൻലാൽ കളിക്കണോ? ഈ മണ്ഡലത്തിലെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. നീയാണ് ഇത്തവണ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കാൻ പോണത്. നീ അപ്പൊ നീ ചത്തില്ലേ? എടാ മാധവേട്ടാ, സഹായിക്കാൻ വന്ന എന്നെ പെട്ടിയിലാക്കാൻ നോക്കിയല്ലേ? ചേച്ചി, എന്റെ അണ്ണാക്കി തന്നെ ആസിഡ് വയ്ക്കണല്ലേ? ഞാന് നോമിനേഷൻ കൊടുത്തിട്ട് വന്നിട്ട് എല്ലാവരും ശരിയാക്കി തരാം. എടാ